ഹായ് ഫ്രണ്ട്സ്, അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബോബി ചെമ്മന്നൂറിന് ഒരു നിയമവും വേറെ ചിലർക്ക് മറ്റൊരു നിയമവും. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നമുക്കൊക്കെ അറിയാം ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്ലിയറായി കൃത്യമായി പറയുന്നുണ്ട്, സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ അടക്കമുള്ള നടന്മാർ ഞങ്ങളെ എവിടെ വെച്ച് പീഡിപ്പിച്ചു, അതായത് സ്ഥലവും പറയുന്നുണ്ട്, കൃത്യമായ ഡേറ്റ് സമയം എല്ലാം പറയുന്നുണ്ട് നടിമാർ. അതായത് ന്യൂസിൽ ചർച്ചാ സമയത്ത് ഫുള്ള് ഫേസ് ഒക്കെ ഓൺ ചെയ്താണ് കംപ്ലൈൻറ്റ് പറയുന്നത്. എന്നിട്ട് സിദ്ദിഖിനെയും മുകേഷിനെയും അതുപോലെ തന്നെ ജയസൂര്യയും ഒരു ദിവസമെങ്കിലും അറസ്റ്റ് ചെയ്തോ പോലീസ്? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഈ ബോബി ചെമ്മന്നൂർ ആരെയും പീഡിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ജയസൂര്യക്കും അതുപോലെ തന്നെ സിദ്ദിഖിനും മുകേഷിനും ഇല്ലാത്ത ഒരു നിയമമാണ് ബോബി ചെമ്മന്നൂറിന്. ബോബി ചെമ്മന്നൂർ പീഡിപ്പിച്ചിട്ടില്ല, പിടിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് ബോബി ചെമ്മന്നൂറിനെ അറസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ പീഡിപ്പിച്ച അവരുടെ കേസ്, അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമാവാൻ വേണ്ടി ഞാൻ പറയാം. അതായത് ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് കൃത്യമായ ഡേറ്റും കാര്യങ്ങളും പറയുകയാണ് ഈ ഹെമ കമ്മിറ്റിയിലെ നടിമാർ. അപ്പം ഒരു ദിവസം പോലും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. കേസ് വേറെ വഴിക്കാണ് അന്വേഷിച്ച് പോകുന്നത്. എന്തുകൊണ്ട് ജാമ്യം കൊടുത്തു? മുൻകൂർ ജാമ്യം. ഇപ്പോൾ സിദ്ദീഖ് അടക്കമുള്ള നടന്മാർ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു, പെട്ടെന്ന് തന്നെ മുൻകൂർ ജാമ്യം കിട്ടി. ബോച്ച ഒരു മാപ്പ് പറഞ്ഞാൽ ഒതുങ്ങുന്ന ചെറിയൊരു പ്രശ്നമാണ് നമ്മുടെ ബോബി ചെമ്മന്നൂർ കുണ്ടിദേവി എന്ന് പറഞ്ഞത്. അതിനെ ബോച്ച തന്നെ ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരാളെയും, അതായത് ഹണി റോസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എന്നിൽ നിന്ന് ഹണി റോസിന് അങ്ങനെയാണ് ഹണി റോസ് ചിന്തിച്ചതെങ്കിൽ ഓക്കെ, ഞാൻ മാപ്പ് പറയാമെന്ന് ബോച്ച പറഞ്ഞിട്ടും ഒരു മാപ്പ് പറയുന്ന ചെറിയ തെറ്റിന് ഇത്രയധികം ശിക്ഷിക്കണോ? ഓക്കെ, ശിക്ഷിച്ചോട്ടെ, കേരള പോലീസിന് കയ്യടി തന്നെയാണ് ഞാനും കൊടുക്കുന്നത്. പക്ഷേ ഹെമ കമ്മിറ്റി റിപ്പോർട്ടും മറ്റു ചില കേസുകളും എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല? അപ്പോൾ എനിക്കിനി പറയാനുള്ളത്, കേരള പോലീസും മാധ്യമങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നാളുകളിൽ എത്ര പാവപ്പെട്ട ഒരു പെൺകുട്ടി വന്ന് ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിച്ചേ മതിയാവും. ഹണി റോസിനൊരു നിയമം, മറ്റുള്ളവർക്ക് മറ്റൊരു നിയമം, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ മറ്റൊരു കാര്യം ഞാൻ കേൾക്കാനിടയായി, അതായത് സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ വഴി ഹെലിനോസ് പാട്ടക്, അതായത് 2020 ഹെലിനോസ് പാട്ടക് നമ്മുടെ ബോബി ചെമ്മന്നൂരിൻ്റെ ഭാഗത്ത് അതായത് ബോബി ചെമ്മന്നൂർ ഒരു സ്ഥലത്തേക്ക് വിളിക്കുന്നു, അവിടെ വെച്ച് മോശമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഹെലിനോസ് പാട്ട. അപ്പോൾ എനിക്ക് അവരോടൊക്കെ സീക്രട്ട് ഏജൻറ്റിനോടും ഹെലിനോസ് പാട്ടയോടും ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ 2020 നിങ്ങൾ ഇങ്ങനെ കണ്ടന്റ് ഇടാൻ തുടങ്ങി, യൂട്യൂബ് ഉണ്ട് നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തില്ല? ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരാൾ തകർന്നിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പറയുന്നത്, അത് വളരെ മോശമാണ്. നിങ്ങൾക്ക് ബോബി ചെമ്മന്നൂർ, അതായത് ഹെലിനോസ് പാട്ടയെ മോശമായി സംസാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് അതിനെ യൂട്യൂബ് വഴി പറയാമല്ലോ. ഒരാൾ വീഴുന്നത് കൊണ്ട്, ഉദാഹരണം ഞാൻ പറയുകയാണ്, കത്തുന്ന തീക്ക് പെട്രോൾ ഒഴിക്കൽ നമുക്ക് പറയാം. അതായത് ബോബി ചെമ്മന്നൂർ പെട്ട് കഴിഞ്ഞു, അതിനുശേഷം പറയുകയാണ് 2020 കഴിഞ്ഞ ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ എന്തിനു പറയുന്നു? അപ്പോൾ നിങ്ങൾക്ക് കേസ് എടുക്കാമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സായി അപ്പോൾ വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ യൂട്യൂബ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് അപ്പോൾ പറഞ്ഞില്ല? അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത്, ബോബി ചെമ്മന്നൂരിനെ അറസ്റ്റ് ചെയ്തത് വലിയ കാര്യം ഞാനൊന്നും പറയുന്നില്ല. എല്ലാവർക്കും വേണം, ഇത് ബോബി ചെമ്മന്നൂരിനെ മാത്രമായി ഒതുങ്ങാൻ പറ്റൂല. എല്ലാവർക്കും ഇത്തരത്തിൽ അനുഭവം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അതായത് കേസ് ഒരേ രീതിയിൽ എടുക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് നടിമാരെ കുറിച്ച്. നടിമാർ ഏത് തരത്തിൽ വസ്ത്രം ധരിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിൽ അതിനുള്ള അധികാരമുണ്ട്, അവരുടെ ഇഷ്ടമാണ്. പക്ഷേ അതിനൊരു കമൻറ്റ് പറയാൻ പാടില്ല എന്ന് നടിമാർ പറയുന്നത് അത് വെറും തെറ്റാണ്. അപ്പം ഞാൻ ഒരു ഡ്രസ്സും ഇല്ലാതെ പോകാൻ എനിക്ക് അധികാരമുണ്ട്, അതിനെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കും അധികാരമുണ്ട്. അതായത് കമൻറ്റ് പറയാം, അവൻ അങ്ങനെ പറഞ്ഞല്ലോ, അതിനെ ഞാൻ പോയി കേസ് കൊടുത്താലാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഏതായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.